നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ചർച്ചയ്ക്കുള്ളത് സോണി കല്ലറയ്ക്കലാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കുണ്ടറ നിയോജക മണ്ഡലത്തിന്റെ അടുത്ത സ്ഥാനാർത്ഥികളെ കുറിച്ചാണ്. ഇപ്പോൾ ഇനി 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയായിരിക്കും അവിടെ മത്സരിക്കുക എന്നുള്ളതാണ് ആ വിഷയമാണ് സംസാരിക്കുന്നത്. സോണി, അത് എന്താണ് പറയാനുള്ളത് അതിനെ സംബന്ധിച്ച്? കുണ്ടറ നിയമസഭ സീറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. അത് PC വിഷ്ണുനാഥ് തന്നെയായിരിക്കും വീണ്ടും അവിടെ മത്സരിക്കുക. പക്ഷേ LDF അവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു യുവ നിരയിൽ നിന്ന് ആരെങ്കിലും അവിടെ മത്സരിപ്പിക്കാനായിരിക്കും സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സീനിയേഴ്സ് ഉള്ള ആൾക്കാരെ എല്ലാം മാറ്റി ഒരു യുവ നിരയിലുള്ള ഒരു പ്രഗത്ഭരായ ആരെങ്കിലും അവിടെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ കുണ്ടറ LDF തിരിച്ചു പിടിക്കാവുന്നൊരു സീറ്റ് തന്നെയാണ്. ആ രീതിയിലായിരിക്കും LDF ഒരു ശ്രമം നടത്തുക. ആ മണ്ഡലത്തിൽ തന്നെ ഇപ്പോഴുള്ള MLA, അപ്പോൾ അത് കഴിയുമ്പം LDF നിന്ന് ആരായിരിക്കും അവിടെ ഓപ്പോസിറ്റ് ആയിട്ട് എത്താൻ പോകുന്നത്? LDF വളരെയേറെ മജോറിറ്റി ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് കുണ്ടറ എന്ന് പറയുന്നത്. മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു അവിടെ MLA ആയിട്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആഴക്കടൽ മത്സ്യ വിവാദമൊക്കെയായി ബന്ധപ്പെട്ടാണ് അവരൊരു പരാജയം ഉണ്ടായത്. പിന്നെ BJP വോട്ടുകൾ അവിടെ ഗണ്യമായി കുറയുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. PC വിഷ്ണുനാഥ് കാലാകാലങ്ങളിൽ ചെങ്ങന്നൂരിലെ MLA ആയിട്ടാണ് ഇത് 2 ടൈം ചെങ്ങന്നൂരിലെ MLA ആയിട്ടിരുന്നു. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ താല്പര്യമെടുക്കാതെയാണ് പല മണ്ഡലങ്ങളും നോക്കി. ആദ്യം കൊല്ലം നോക്കി, പിന്നീട് അവസാനമാണ് കുണ്ടറയിൽ എത്തുന്നത്. ചെങ്ങന്നൂർ മത്സരിക്കാതിരിക്കുന്നതിന് കാരണം ചെങ്ങന്നൂർ വികസന പ്രവർത്തനങ്ങളിൽ പുള്ളി വളരെ പുറകിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ സജി ചെറിയാൻ്റെ ഒരു വലിയ തേരോട്ടം ഇവിടെ ചെങ്ങന്നൂരുണ്ട്. അപ്പം ഉടനെ സജി ചെറിയാനെ അവിടെ തോൽപ്പിക്കാൻ സാധിക്കുക അല്ലാതെ വിഷ്ണുനാഥിന് നന്നായിട്ട് അറിയാം. ഈ പറഞ്ഞ വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് വിഷ്ണുനാഥ് അവിടെ കുണ്ടറിൽ എത്തുന്നത്. കുണ്ടറിലെ വിഷ്ണുനാഥിന് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുകയില്ല കുണ്ടറിൽ വിഷ്ണുനാഥ് വിജയിക്കുമെന്നുള്ളത്. പക്ഷേ ഭാഗ്യത്തിന് വിഷ്ണുനാഥ് അവിടെ ജയിക്കുന്നതാണ് കണ്ടത്. കാരണം കുണ്ടറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ അത് നിലവിൽ LDF ഒരു കോട്ട തന്നെയാണ്. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ അവിടെ മത്സരിച്ച ഒരു മണ്ഡലം ആണ്. സീനിയറായ ഇപ്പോൾ കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ അവിടെ മത്സരിച്ച ഒറ്റൊരു മണ്ഡലമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അൽഫോൻസ ജോൺ എന്ന് പറഞ്ഞ ഒരു ജനപ്രതിനിധി മാത്രമാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു UDF സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നത് കണ്ടില്ല. കഴിഞ്ഞ തവണയാണ് വിഷ്ണുനാഥ് അവിടെ ജയിക്കുന്നത് കണ്ടത്. അപ്പോൾ വിഷ്ണുനാഥ് അവിടെ ജയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP വോട്ടുകളിലും വളരെ കുറവ് വന്നിട്ടുണ്ട്. ഈ ആഴക്കടൽ മത്സ്യ വിവാദമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മേഴ്സിക്കുട്ടിയമ്മയോട് പാർട്ടിയിൽ തന്നെ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. ആ വോട്ടുകളും വിഷ്ണുനാഥിന് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വരുന്നൊരു തെരഞ്ഞെടുപ്പിൽ ആ ഒരു സ്ഥിതി ഉണ്ടാകാൻ സാധ്യതയില്ല. വളരെ നല്ലൊരു രീതിയിൽ തന്നെ LDF അവിടെ ആ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ LDF ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ചിന്താ ജെറോം ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വനിതകൾക്കൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് SFIയിലൊക്കെ നേതൃനിരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ DYFയിലൊക്കെ നേതൃനിരയിൽ നിൽക്കുന്ന ചിന്താ ജെറോമിനെ അവിടെ പരിഗണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിന്താ ജെറോം ജന്മം കൊണ്ട് കൊല്ലംകാരിയാണ്. പിന്നെ നമ്മൾ സമുദായ സമവാക്യങ്ങളോട് നമ്മൾ നോക്കണം. നായർ വിഭാഗത്തിനും ലത്തീൻ വിഭാഗത്തിനും കത്തോലിക്ക വിഭാഗത്തിൽ തന്നെ ലത്തീൻ വിഭാഗത്തിനും വളരെയേറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കുണ്ടറ എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കാൻ കൂടുതൽ സാധിക്കുക. LDFിലാണെങ്കിലും UDFിലാണെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ കൂടുതലും താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നത് നായർ വിഭാഗത്തിൻ്റെ ആളായിട്ടാണ്. അതുപോലെ തന്നെ മേഴ്സിക്കുട്ടിയമ്മ വന്നത് ലത്തീൻ വിഭാഗത്തിൻ്റെ ആളായിട്ടാണ്. വിഷ്ണുനാഥ് വരുന്നത് നായർ വിഭാഗത്തിൻ്റെ ആളായിട്ടാണ് UDFിൻ്റെ. അതുപോലെ തന്നെ അങ്ങനെ ആരെങ്കിലും ഇപ്പം MA ബേബി അവിടെ കുണ്ടറയിലെ MLA ആയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടിരിക്കുന്ന അവിടുന്ന് ജയിച്ചാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയത്. ഇപ്പോഴത്തെ CPM ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബി ആയിരുന്നു മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് മുമ്പ് അവിടുത്തെ ജനപ്രതിനിധി. ബേസിക്കലി MA ബേബി ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട അങ്ങനെ ഈ 2 സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുനാഥ് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥിയെങ്കിൽ മറുവശത്ത് വരുന്നത് ചിന്താ ജെറോം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേഴ്സിക്കുട്ടിയമ്മ ഒരു പ്രാവശ്യം തോറ്റു എന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് അവരെ എടുത്തു മാറ്റാൻ കഴിയില്ല. മേഴ്സിക്കുട്ടിയമ്മ തന്നെ അവിടെ മത്സരിക്കാൻ സാധ്യതയില്ലേ? ഇല്ല, മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം LDFിൻ്റെ ഒരു പ്രത്യേകിച്ച് CPMൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് 1-2 തവണയിൽ കൂടുതൽ മത്സരിച്ചവരെ അവർ മത്സരിപ്പിക്കാൻ സാധ്യത ഇല്ല. കാരണം മേഴ്സിക്കുട്ടിയമ്മ വർഷങ്ങളായി അവിടെ MLA ആയിട്ടിരിക്കുന്നു. MLA ആയി മന്ത്രിയായി വർഷങ്ങളായി തുടരുന്ന ആളാണ്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം മേഴ്സിക്കുട്ടിയമ്മയെ അറിയുന്നത് അൽഫോൻസ ജോണും മേഴ്സിക്കുട്ടിയമ്മയും തമ്മിലുള്ള വടംവലിയായിരുന്നു. UDF സ്ഥാനാർത്ഥി അൽഫോൻസ ജോണെങ്കിൽ LDF സ്ഥാനാർത്ഥി മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു. ഇവരാരെങ്കിലും ഒരാളായിരുന്നു അവിടെ MLA ആയിട്ട് വരുന്നത്. പിന്നീട് അത് CPMൻ്റെ കയ്യിലേക്ക് ആ മണ്ഡലം പോകുന്നതാണ് പിന്നീട് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാവശ്യം അവിടെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് സീറ്റ് കൊടുക്കാൻ സാധ്യത കുറവാണ്. പുതിയ ഒരാളെ കൊണ്ടുവരാനായിരിക്കും CPM പരിഗണിക്കുക. CPMനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഒരു പ്രസ്റ്റീജാണ് തുടർഭരണം എന്നുള്ളത്. UDFിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്കും ഒരു പ്രസ്റ്റീജാണ് ഈ മത്സരം. അതുകൊണ്ട് തന്നെ കരുത്തരായ 2 സ്ഥാനാർത്ഥികളെ നിർത്തി തന്നെയായിരിക്കും കുണ്ടറയിൽ ഈ പ്രാവശ്യം മത്സരം 2 മുന്നണികളും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും BJPയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു?
അല്ല, BJPക്ക് നല്ലൊരു ശതമാനം വോട്ട് വിഹിതം ഉണ്ടെങ്കിലും ഇപ്പം വിശ്വനാഥ് കാലാകാലങ്ങളിൽ എവിടെ നിന്നാലും വിശ്വനാഥിനെ BJP സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. കാരണം BJPയുടെ വോട്ടിംഗ് ശതമാനം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കുറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. കുണ്ടറയിൽ അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിട്ടുമുണ്ട്. വിശ്വനാഥിലേക്ക് വോട്ട് മറിഞ്ഞു എന്നുള്ള ഇത് വന്നിട്ടുണ്ട്. ഇക്കുറി എങ്ങനെയാണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. എങ്ങനെയായാലും UDFിനെ അപേക്ഷിച്ച് ഒരു വലിയൊരു മുൻതൂക്കം LDFിനുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലയൊക്കെ ഉൾപ്പെടുന്നൊരു പ്രദേശമാണ് കുണ്ടറ. കടലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. മത്സ്യത്തൊഴിലാളികളൊക്കെ ധാരാളം ഉള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ CPMനും പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിക്ക് ഒരു വലിയ മജോറിറ്റി ഉണ്ട്. ഈ കുണ്ടറ സീറ്റ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം തുടർഭരണം കിട്ടിയെങ്കിൽ പോലും അവരുടെ ഒരു അഭിമാനത്തിന് ക്ഷതം സംഭവിച്ച ഒരു വിഷയമായിരുന്നു കുണ്ടറ സീറ്റ് നഷ്ടപ്പെട്ടത്. അത് പിണറായി വിജയനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയൊരു അടി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, വിലയിരുത്താൻ പറ്റും. ആ സീറ്റ് എങ്ങനെയും തിരിച്ചു പിടിക്കുക എന്നുള്ളത് LDFിന്റെ പ്രസ്റ്റീജ് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. മറുവശത്ത് UDFിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ സ്വീകാര്യനായ നേതാവാണ്. പ്രത്യേകിച്ച് വിവാദങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. നല്ലൊരു വാഗ്മിയും പ്രാസംഗികനും നല്ലൊരു ലീഡറും ഒക്കെയാണ്. അദ്ദേഹം എങ്ങനെയും ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് UDF നേതൃത്വം. പ്രത്യേകിച്ച് M സ്വരാജ് അങ്ങ് ജയിച്ചു വരണമെന്ന് CPM ആഗ്രഹിക്കുന്ന പോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥിന്റെ വിജയത്തിൽ കുറഞ്ഞൊന്നും അവരും ചിന്തിക്കാൻ സാധ്യതയില്ല. അപ്പം നല്ലൊരു മത്സരമായിരിക്കും കുണ്ടറയിൽ നടക്കാൻ പോകുന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. ജയം ചിലപ്പോൾ വിഷ്ണുനാഥിനോ ചിന്താ ജെറോമിനോ ഒന്നും നമ്മൾ വ്യക്തമായി തിട്ടപ്പെടുത്തി പറയാൻ പറ്റില്ല. എങ്കിലും കുറച്ച് മുൻതൂക്കം LDFിനുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. വികസന പ്രവർത്തനങ്ങളിൽ ചെങ്ങന്നൂരിൽ എടുത്ത നിലപാട് അല്ല കുണ്ടറയിൽ എടുത്തത് എങ്കിൽ കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ കൂടുതലിവിടെ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ചിലപ്പം ജനങ്ങൾ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വികസന പ്രവർത്തനങ്ങൾ വാഗ്മിയാണ്, എന്നും ചാനൽ ചർച്ചകളിൽ വരുന്ന ആളാണ്. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയോട് വാതിൽ മുട്ടാതെ കയറി ചെന്ന് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന നേതാവായിരുന്നു. അത്രമാത്രം അടുപ്പം ഉമ്മൻചാണ്ടിയോട് സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ എന്നിട്ട് ഈ ചെങ്ങന്നൂരിന് യാതൊരു വികസന പ്രവർത്തനങ്ങളും എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എല്ലാം കുറച്ച് കല്ല് ഇട്ടതും ഒക്കെ അല്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങളും തുടങ്ങി വെക്കാനോ അത് കൃത്യസമയത്ത് പൂർത്തിയാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. MC റോഡിലെ കല്ലിശ്ശേരിയിൽ ചെങ്ങന്നൂരിലേക്ക് വരുന്നൊരു പാലം ഉണ്ടായിരുന്നു. ആ പാലം ശോഭന ജോർജ് ഉണ്ടായിരുന്ന സമയത്ത് തുടങ്ങിയതാണ്. അത് 2 തൂണിൽ ആ പാലം വളരെ കാലം അങ്ങനെ കെട്ടിക്കിടക്കുകയായിരുന്നു. ഒടുവിൽ റോഡിൻ്റെ വികസനം വന്നപ്പോഴാണ് ആ പാലത്തിന് ശാപമോക്ഷം ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ധീരഘോരം പ്രസംഗിക്കുന്ന ചാനൽ ചർച്ചകൾ നടത്തുന്ന ഇദ്ദേഹത്തിന് ഒരു പേപ്പർ കൊണ്ടുപോയി ഇതെനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ വെച്ചാൽ ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും അതിന് ഒപ്പിട്ട് കൊടുക്കുകയും അതിനുള്ള ഫണ്ട് കണ്ടെത്തി കൊടുക്കുകയും ചെയ്യാൻ അതിനങ്ങനെ അത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടായിട്ട് അത് ഉപയോഗിക്കാതെ സ്വന്തം സ്ഥാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇങ്ങനെ വാഗ്മിയായി ചാനൽ ചർച്ചകൾക്ക് വേണ്ടി മാത്രം പുള്ളി സമയം വിനിയോഗിച്ചു എന്നുള്ള ഒരു പരാതി ചെങ്ങന്നൂർക്കാരെന്ന നിലയിൽ എനിക്കുണ്ട്. അതേ രീതിയിലാണ് പുള്ളി ഈ കഴിഞ്ഞ 4 വർഷങ്ങൾ കുണ്ടറയിൽ പെരുമാറിയതെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും. അതിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് പാഠം അദ്ദേഹം പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെങ്ങന്നൂര് കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നത് കൈവിട്ടു പോകാൻ ഇടയായത് ഇദ്ദേഹത്തിൻ്റെ വീക്ഷണമില്ലാത്ത വികസനത്തിൽ ഒരു പങ്കും ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ ഇരുന്നതാണ്. തീർച്ചയായിട്ടും അവിടെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിജയം വരിക്കും. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് തിരസ്കരിക്കപ്പെടും. അങ്ങനെ തിരസ്കരിക്കപ്പെട്ട വേറൊരു മണ്ഡലം തേടി അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഓടേണ്ടിയും വരും. കാരണം വികസനത്തിന് മുൻതൂക്കം കൊടുക്കാതെ ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ചെങ്ങന്നൂർ എന്ന് പറയുന്ന മണ്ഡലം ഇന്ന് LDFിൻ്റെ കുത്തകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം വികസന പ്രവർത്തനങ്ങളിൽ ചെങ്ങന്നൂർ അത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു. അത് ഈ 2 വ്യത്യാസങ്ങളും കണ്ട ജനങ്ങൾ ഒരിക്കലും ഇദ്ദേഹത്തെ തിരിച്ച് ചെങ്ങന്നൂരിലേക്ക് വന്നാൽ മത്സരിച്ചാൽ ജയിക്കുക പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ നിലനിൽപ്പുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു? അല്ല, വികസന പ്രവർത്തനങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൂ. കാരണം വിഷ്ണുനാഥിന് പറഞ്ഞു നിൽക്കാൻ സാധിക്കും ഭരണമില്ല എന്നുള്ളത് അതാണ് അദ്ദേഹമൊക്കെ അടിസ്ഥാനപരമായിട്ട് പറയാൻ ഉന്നയിക്കാനുള്ള കാരണങ്ങൾ. കാരണം ഭരണമില്ലാതെ ഒന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞതും അതാണ്. കാരണം ഭരണം ഉണ്ടായിരുന്നപ്പോൾ ചെയ്യാൻ കഴിയാത്ത ആളിന് ഭരണമില്ലാത്തപ്പോൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഭരണമില്ലാത്തപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നൊക്കെ ആയിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത്. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ചെങ്ങന്നൂർ ഇവിടുന്ന് വിട്ടു പോകേണ്ടി വന്നത്. ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ വരും. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ ഷുഗർ സീറ്റ് തന്നെയായിരുന്നു ചെങ്ങന്നൂർ എന്ന് പറയുന്നത്. 10 വർഷക്കാലം ചെങ്ങന്നൂരിന്റെ MLA ആയിട്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഇവിടെ പരാജയം ഏൽക്കുകയും പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോവുകയും ചെയ്യുകയാണ്, ഇവിടുന്ന് വിട്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ആ അവസരത്തിൽ നമ്മൾ ശോഭന ജോർജിനെ പറ്റി ചിന്തിക്കണം. ശോഭന ജോർജിനെ പറ്റി വലിയ രീതിയിലൊരു അപവാദമൊക്കെ ആൾക്കാർ പറഞ്ഞു വരുമെങ്കിലും മാസികകളിലൊക്കെ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ അവസരത്തിൽ പോലും ശോഭന ജോർജ് ചെങ്ങന്നൂരിൽ ജയിച്ച ഒരു സാഹചര്യമാണ്. വികസനത്തിന് പുള്ളിക്കാർ മുൻതൂക്കം കൊടുക്കുന്ന ആൾ തന്നെയായിരുന്നു. അത് കാര്യത്തിൽ ശോഭന ജോർജ് ഇവിടുത്തെ
IHRD എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ തന്നെ അത് രണ്ടാമത്തെ കോളേജ് മറ്റുമാണ്. അതിലൂടെ കൊണ്ടുവരാനും ഒക്കെ കരുണാകരനെ ശരിയായിട്ടും ബലം പിടിച്ച് അത് കരുണാകരനെ കൊണ്ട് തന്നെ ഇവിടെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ, വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ശോഭന ജോർജ് ഒട്ടും പുറകിലായിരുന്നില്ല. ഇന്നും ശോഭന ജോർജിന് ചെങ്ങന്നൂരിൽ അവരുടേതായ ഒരു ഫാൻസ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവരിപ്പോൾ LDF പോയത് തന്നെ LDF വളരെ നേട്ടമാണ്. നേരെ മറിച്ച് അവരാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് ചെങ്ങന്നൂരിൽ മത്സരിച്ചിരുന്നെങ്കിൽ സജി ചെറിയാൻ അത്ര ഈസി ഒന്നും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അവർ LDF പോയത് കൊണ്ട് തന്നെ സജി ചെറിയാൻ ഇവിടെ വളരെ അജയ്യനായിട്ട് വിജയിക്കാൻ അടുത്ത തവണയും സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷ്ണുനാഥിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലം നിലനിർത്തി പോകാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കണം. VD സതീശനെ പോലുള്ളവരൊക്കെ. അദ്ദേഹം ആദ്യം പറവൂരി എന്ന് തോറ്റതാണ്. അതിനുശേഷമാണ് ആ മണ്ഡലത്തിൽ വളരെ സജീവമായി നിന്ന് കാലാകാലങ്ങളിൽ അവിടുന്ന് വിജയിച്ചുകൊണ്ടിരുന്നത്. ആദ്യകാലത്ത് അദ്ദേഹത്തോട് ചെല്ലുമ്പം VD സതീശനോട് ചെല്ലുമ്പോൾ LDF മണ്ഡലമായിരുന്നു. ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ പ്രതീക്ഷിച്ച് തന്നൊരു സീറ്റല്ല പുതുപ്പള്ളി എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ ആ മണ്ഡലം ഓടി എന്നുള്ളതാണ് സത്യം. അതുപോലെയൊന്നും നിലനിർത്താൻ വിഷ്ണുനാഥിന് സാധിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുണ്ടറയിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്തായാലും ഞാൻ പറയുന്നു, അടുത്ത പ്രാവശ്യം UDF സ്ഥാനാർത്ഥി വിഷ്ണുനാഥിനെ തന്നെയായിരിക്കും കുണ്ടറയിൽ മത്സരിക്കുന്നത്. പക്ഷെ വിഷ്ണുനാഥിന് അതിലും നല്ല സീറ്റ് ചെങ്ങന്നൂർ തന്നെയായിരുന്നു. കാരണം കുണ്ടറയെക്കാട്ടി കുറച്ചുകൂടെ വിശ്വസിക്കാൻ പറ്റുന്ന സീറ്റ് ചെങ്ങന്നൂർ തന്നെയായിരുന്നു. കാരണം വിഷ്ണുനാഥിന് മണ്ഡലത്തെ കൂടുതൽ അടുത്തറിയാം. കുണ്ടറ LDF ഒരു മജോറിറ്റി ഉള്ള മണ്ഡലമാണ്. അത്രയൊന്നും ഒരു സ്ട്രെങ്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം കുറച്ചുകൂടെ UDF മജോറിറ്റി ഉള്ള മണ്ഡലമാണ് ചെങ്ങന്നൂർ. അത് വിഷ്ണുനാഥിന് കയ്യിലെടുത്ത് നിർത്താൻ പറ്റില്ലാത്തത് അത് വിഷ്ണുനാഥിൻ്റെ പരാജയം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, അടുത്ത തവണയും കുണ്ടറയിൽ വിഷ്ണുനാഥ് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥിയായിട്ട് വരിക. മറുവശത്ത് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ DYFI യുവസാരഥി ചിന്താ ജെറോം മത്സരിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു മണ്ഡലം എപ്പോഴും ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ആള്, ഒരു ജനപ്രതിനിധി തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകണം എന്നുള്ള ഒരു പാഠം പഠിക്കേണ്ടത് വിഷ്ണുനാഥിൽ നിന്നാണ്. അതുപോലെ അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയും ഉള്ള സമയം അതിനുവേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ആ സീറ്റ്, കുണ്ടറ സീറ്റ് അദ്ദേഹത്തിൻ്റെതാക്കി തന്നെ വർഷങ്ങളോളം നിലനിർത്താൻ കഴിയും. ഏതായാലും ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിഷ്ണുനാഥിനോടോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക മമതയോ ഏതെങ്കിലും രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് ചായവോ അങ്ങനെ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ കൃത്യമായ കാഴ്ചപ്പാടുകൾ, ഞങ്ങൾ അറിയുന്ന സത്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കമൻ്റായി ഞങ്ങൾക്ക് രേഖപ്പെടുത്താം. അതനുസരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും ഞങ്ങൾ മാറ്റം വരുത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾക്ക് ഞങ്ങൾ ആൻസർ തരുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് വേണം. അപ്പം മറ്റൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.